അവയവദാനത്തിൽ പൊതുചരിത്രം കുറിച്ച കുഞ്ഞാലിന് വിട നൽകാൻ കേരളം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് പത്തനംതിട്ട നെടുങ്കടപ്പള്ളിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. രാവിലെ മുതൽ വീട്ടിൽ പൊതുദർശനം നടക്കുന്നതായിരിക്കും. രഘുനാഥ് നാരായണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. രഘു, ഒരുപാട് വേദനയോട് കൂടിയാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളം കണ്ട മഹത്തായ അവയവദാനം, അതിന് കാരണക്കാരിയായ ഒരു പിഞ്ചു കുഞ്ഞ്, അവൾ വിട വാങ്ങുന്നത് കുറേ പേർക്ക് തിരികെ ജീവൻ നൽകിക്കൊണ്ടാണ്. ആ ഒരു ആശ്വാസത്തിൽ തീർച്ചയായിട്ടും വരും കാലങ്ങളിലും ആ കുടുംബം ഉണ്ടാകും. അവരെടുത്ത ധീരമായ തീരുമാനത്തെ ഇന്നും കേരളം ബഹുമാനിക്കുന്നുണ്ട്. എപ്പോഴായിരിക്കും ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടികൾ? എന്താണ് അറിയുന്നത് ഇപ്പോൾ? പൂജ, ആലിൻ്റെ മൃതദേഹം നിലവിൽ മോർച്ചറിയിലാണുള്ളത്. അല്പസമയത്തിനകം മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കും. ഇവിടെ ഒരു ചെറിയ പൊതുദർശനമുണ്ട്. മിഷൻ ആശുപത്രിയാണ്. അതിൻ്റെ ഹാളിൽ ചെറിയൊരു പൊതുദർശനത്തിന് ശേഷം ഒരു അരമണിക്കൂർ ആലിൻ്റെ അമ്മയുടെ വീടുകൾക്കൊക്കെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ പൊതുദർശനം. ഇതിനു ശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക. 2 മണിയോടുകൂടി വരെ, ഉച്ചവരെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും. ഇതിനു ശേഷമായിരിക്കും മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോവുക. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. രാവിലെ തന്നെ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകളാണ് ഈ മോർച്ചറിക്ക് മുന്നിൽ കുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി, അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്ത് നിൽക്കുന്നത്. മരണശേഷം അവൾ എത്രമാത്രം മഹത്വവൽക്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ പ്രശസ്തയായി അവളെ എത്രമാത്രം ജനങ്ങൾ നെഞ്ചിലേക്ക് ഏറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ. ഒരുപക്ഷെ അവളെ നേരിട്ട് പരിചയമുള്ള ആളുകൾ മൃതദേഹം പുറത്തേക്ക്, മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന്, മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്കെടുത്തിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഹാളിലേക്ക് അല്പസമയം പൊതുദർശനത്തിനായി മാറ്റും. അവിടെ അതിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകൾ ആണ് ഇവിടെ കാത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതിയാണ് അപകടമുണ്ടാകുന്നത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായില്ല. പൂജ പറഞ്ഞതുപോലെ അവയവദാനം എന്താണ്, വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും എന്താണ് കരളെന്നോ എന്നോ അവയവദാനമൊന്നും അറിയില്ല. 10 വയസ്സോ അല്ലെങ്കിൽ 10 വയസ്സോ ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ ഇതെന്താണ്, അല്ലെങ്കിൽ ഇത് എന്താണ്, ഇതിൻ്റെ ഒരു അവയവമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ മനസ്സിലാവും. കുഞ്ഞിന്, അല്ലെങ്കിൽ 10 മാസമുള്ള കുഞ്ഞിന് എന്തിനെക്കുറിച്ചാണ് ധാരണയുള്ളത്. പക്ഷേ അവളുടെ അച്ഛനും അമ്മയും വീട്ടുകാരും ചേർന്നെടുത്ത ആ വലിയ വേദനയ്ക്കിടയിലും അവരെടുത്ത മഹത്തരമായ തീരുമാനം കൊണ്ട് അവൾ എല്ലാവരുടെയും ഹൃദയത്തിൽ, അവളുടെ അവയവങ്ങൾ മറ്റ് കുഞ്ഞുങ്ങളുടെ 5 പേരുടെ ശരീരത്ത് തുടിച്ചു തുടങ്ങുമ്പോഴൊപ്പം തന്നെ. ശരി, രഘുനാഥ് നാരായണനാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഒരുപാട് വേദനയുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ച്. ഇപ്പോൾ വാഹന അപകടത്തിൽ ജീവൻ നഷ്ടമായൊരു കുഞ്ഞാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചു. അങ്ങനെ ആ കുഞ്ഞ് 4 പേർക്ക് പുതുജീവനേകുന്ന ആ ദൗത്യം കേരളം ഏറ്റെടുത്തൊരു കാഴ്ച ഒരു ദിവസം മുൻപാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്ര, കൊച്ചി അമൃതയിൽ നിന്നും തിരുവനന്തപുരം വരെയുള്ള ആ ഒരു വലിയ യാത്ര, അതിന് കേരളം വഴിയൊരുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞൊരു പക്ഷേ ഒരിക്കലും നമുക്ക് മറക്കാനാകാത്ത ഒരു പേരാണ് ആലിൻ ഷെറിൻ അബ്രഹാം എന്നുള്ളത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, പറഞ്ഞോളൂ. ഞായറാഴ്ചയാണ് ആ അവധിയ ദിവസമായിട്ടുപോലും ധാരാളം ആളുകളും വൃക്ഷത്തിൻ്റെ ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ഉടൻ തന്നെ ഈ വാർത്തയൊക്കെ കണ്ടറിഞ്ഞ് അവളെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച ധാരാളം ആളുകളും അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ടാകാം. എന്തായാലും വലിയൊരു, രാവിലെ ഈ ചെറിയ ഒരു ഹാളാണ്. ആ ഹാളിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ തന്നെ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം ഇവിടെ എത്തുമെന്നാണ് ഇന്നലെ വീട്ടുകാരെ അറിയിച്ചിരുന്നത്. ഇതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയും വലിയ ഒരു ജനക്കൂട്ടം സ്വാഭാവികമായി തന്നെ, കാരണം കഴിഞ്ഞ 2-3 ദിവസമായി ആ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവളുടെ കുടുംബവും. ആ കുടുംബം ചെയ്ത മഹത്തരമായ ഒരു ധ്യാനത്തിന്റെ ഒരു നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രശംസയും ഒക്കെ, ആ പ്രശംസയൊക്കെ വരുമ്പോഴും ഹൃദയത്തിലൊരു വേദന, ഒരു ജീവൻ നഷ്ടമായതുകൊണ്ടാണ്
മറ്റ് 4 പേർക്ക് ഒരു ജീവൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ മരണത്തിന്റെ നഷ്ടം എത്ര തന്നെ ആളുകളൊക്കെ എന്തായാലും ആ കുടുംബത്തിനുണ്ടായ നഷ്ടം, ആ വേദന അത് ഒരിക്കലും മാറില്ല. ആ വേദനയ്ക്കിടയിലും അവർ ചെയ്ത ഒരു വലിയ കാര്യം എന്നും സമൂഹം ഓർക്കപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.